നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. പ്രതിരോധ മേഖലയിൽ വീണ്ടും ഒരു കുതിച്ചുചാട്ടവുമായി ഇന്ത്യൻ നാവികസേനയും ശക്തിയാർജിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വലിയ നേട്ടം തന്നെയാണ് നാവികസേന കൈവരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ നേട്ടങ്ങളിൽ പകച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യൻ നാവികസേനയുമായി സഹകരിച്ച് DRDO തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈനിന്റെ ആദ്യ പരീക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചു. ഇത് ഇന്ത്യക്കും നാവികസേനയ്ക്കും സന്തോഷിക്കാവുന്ന ഒന്നാണ്. ഈ സംവിധാനം കടലിനടിയിലൂടെയുള്ള യുദ്ധശേഷി കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് ഉറപ്പ്. പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് പുതിയ സുരക്ഷാ അഭ്യാസം നാവികസേന നടത്തിയത്. ആധുനിക സ്റ്റെൽത്ത് കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കുമെതിരെ ഇന്ത്യൻ നാവികസേനയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനാണ് MIGM രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ ഇന്ത്യൻ വ്യോമസേന, കരസേന, നാവികസേന എന്നിവയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് ഈ പരീക്ഷണങ്ങൾ. നേരത്തെ DRDO സ്ട്രാറ്റോസ്ഫിയറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോം ഫ്ലൈറ്റ് ട്രയൽ വിജയകരമായി നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിൽ നിന്നും നമ്മുടെ പ്രതിരോധ മേഖല കരുത്താർജിക്കുകയാണെന്ന് മനസ്സിലാക്കാം. അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യതകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകാനും സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താനുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 7-ാം തീയതി വിവിധ സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താനാണ് നിർദ്ദേശം. പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ സജ്ജമാക്കുക, അതേപോലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു പോറൽ പോലും വരാതെ സംരക്ഷിക്കുക, അതാണ് മോദിയുടെ ലക്ഷ്യം. എന്തായാലും ഇന്ത്യൻ വ്യോമ, നാവിക, കരസേനകൾ തങ്ങളുടെ വജ്രായുധങ്ങൾ തേച്ചു മിനുക്കിയെടുക്കുകയാണ്. പുതിയവ വാർത്തെടുക്കുകയാണ്. ഇനി പാകിസ്ഥാൻ പേടിക്കണം. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.